സുരേഷ് ഗോപി ജനിച്ചതിന് ശേഷം അദ്ദേഹം വരുന്ന അന്ന് വരെ അദ്ദേഹം എത്ര വയസ്സുണ്ടോ ആ വയസ്സിനകം ഈ മണ്ണിക്കാല് കുത്തിയിട്ടില്ലാത്തവനാണ്. എന്നിട്ട് തൃശ്ശൂർ പിടിച്ച പോലെ എന്നെ സുഖം പിടിക്കാനൊക്കത്തില്ല. സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലെങ്കിൽ ഭഗവതിയാണ് സത്യം. നിങ്ങൾ കേന്ദ്രം ഭരിക്കുന്നില്ലേ? നിങ്ങൾ വിചാരിച്ചാൽ ഒരു നിയമ ഭേദഗതി കൊണ്ടുവന്ന് ഈ പ്രശ്നം, ശബരിമലയുടെ പ്രശ്നം അവസാനിപ്പിക്കരുതോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്നറിയാം, ഞങ്ങളത് ചെയ്യും. എന്താണ് ചെയ്തോ? ചെയ്തില്ല. വികസനം ഞങ്ങളിപ്പോൾ പ്ലെയിൻ ഇറക്കുമെന്ന് പറഞ്ഞു. അവിടെ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു തീവണ്ടി ഇറക്കുമെന്ന് പറഞ്ഞു. എവിടെ തീവണ്ടിയും പ്ലെയിനും ഒക്കെ? ഇവരെന്തോ ചെയ്തു ആ ക്ഷേത്രത്തിന് വേണ്ടി. നമ്മളിവിടുന്ന് അവിടെ പോകുന്ന ശബരിമലയിൽ ആ പരിപാവനമായ പമ്പാ നദി, അതിനകത്തൂടെ തീട്ടക്കണ്ടിയല്ലേ ഒഴുകുന്നത്. അതിൻ്റെ കീഴെ മുങ്ങിയച്ചല്ലേ ഈ അയ്യപ്പന്മാരവിടെ പോകുന്നത്. 10 വർഷമായല്ലോ കേന്ദ്രം ഭരിച്ചിട്ട്. ഇതൊന്നും നടന്നില്ലല്ലോ സാറേ. നടന്നോ? അവർക്കിപ്പോൾ സർവാധികാരമില്ലേ? എന്താ ചെയ്യാഞ്ഞ്? ഞങ്ങൾ ഹിന്ദുവിൻ്റെ എല്ലാം കുത്തക ഞങ്ങൾക്കാന്ന് പറയുന്നുണ്ട്. എന്തോ ഇത് ശബരിമലയ്ക്ക് വേണ്ടി ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. എന്നിട്ട് ഹിന്ദുവിൻ്റെ എല്ലാം ഞങ്ങളുടെ. അങ്ങനൊന്നും വേണ്ട. ഹിന്ദു ഞങ്ങളുടെ കൊണ്ടാണ്. ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ മാത്രമല്ല. ഈ സ്വീകരണത്തിന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും അത്യധികം അല്ല, ബിജെപിയുടെ കാര്യം പറയുമ്പോൾ ഈ ഹിന്ദുക്കളുടെ ഒരു കുത്തകയാണ് ബിജെപി കരുതുന്നതെന്നും പുള്ളി പറഞ്ഞു. ബിജെപിക്കെതിരെ രൂക്ഷമായി അല്ല, അതിപ്പോ നായർ സുരേഷ് ഗോപിയുടെ സന്ദർശനം അതൊക്കെ ശരിയാണ്. അതിപ്പോ നായർ സമുദായത്തിന്റെ കുത്തക ഏതെങ്കിലും സംഘടനയ്ക്കല്ല, ഈഴവ സമുദായത്തിന്റെ കുത്തക ഏതെങ്കിലും സംഘടനയ്ക്കല്ല. അപ്പൊ അത്തരം പരാമർശങ്ങളെ ഒന്നും ഞങ്ങൾ കാണുന്നില്ല. കാരണം അത് ഇപ്പൊ അതിനുള്ള സ്വാതന്ത്ര്യം, ബിജെപിയെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാ സംഘടനകൾക്കുണ്ട്, സമുദായ സംഘടനകൾ പ്രത്യേകിച്ചുണ്ട്. ഞങ്ങള് പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള നിലപാടാണ് എല്ലാ കാലത്തും സമുദായ സംഘടനകളോട് സ്വീകരിച്ചിട്ടുള്ളത്. ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. ഇവിടെ പട്ടിയെയും പൂച്ചയും ഒന്നും കാണുന്നില്ല. എങ്കിൽ ചോദിക്കാമായിരുന്നു നീ ആരാണെന്ന്. ഭൂരിപക്ഷ സമുദായത്തിന്റെ ഐക്യം ഉണ്ടാവേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ കേരളം പോലെ ഏതാണ്ട് 50% മാത്രം ആയി കഴിഞ്ഞിരിക്കുന്ന ഒരു ഭൂരിപക്ഷ സമൂഹത്തിന് അത്തരം ഐക്യപ്പെടൽ നല്ലതാണ് എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അതിനിടയിലുള്ള ഏതെങ്കിലും ഒരു പ്രസ്താവന ചൂണ്ടിക്കാണിച്ച് അതിനെ തകർക്കുന്ന ഒരു നീക്കവും ഉണ്ടാവരുതെന്നാണ് ഞങ്ങളുടെ സമീപനം. എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കി.